പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ NSS ഇടതോരം ചേരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിൽ പലതരം പ്രതിഷേധങ്ങളാണ് കാണുന്നത്. ഇന്നലെ NSSന്റെ ഒരു കരയോഗത്തിന്റെ പുറത്ത് ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടു. ഇന്നിപ്പോൾ വീണ്ടും ഒരു ബാനർ കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പത്തനംതിട്ട NSS ജനറൽ സെക്രട്ടറിക്കെതിരെ വീണ്ടും ബാനർ. പ്രമാടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള ലാക്കൂർ കരയോഗത്തിന് സമീപമാണ് ബാനർ. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. പ്രവീൺ, നേരത്തെ ഒരു ബാനർ മറ്റൊരു കരയോഗത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, ഇപ്പോൾ വീണ്ടും ഒരു ബാനർ പ്രത്യക്ഷപ്പെടുന്നു. ആ കരയോഗം പ്രസിഡന്റ് അത് നിഷേധിച്ചു വന്നിട്ടുണ്ട്. അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ ആവശ്യപ്പെട്ട് നിയമ നടപടിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്രമാണത്തും കരയോഗത്തിന് മുന്നിൽ മറ്റൊരു ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് കരയോഗത്തിലെ അധികാരികൾ അറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണോ, അതല്ല പുറത്തുനിന്ന് പണി കൊടുക്കുകയാണോ? പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ട ജില്ലയിൽ ഇത് രണ്ടാമത് ബാനറാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, പ്രമാടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തായിട്ട് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഒരു ബാനർ വന്നിരിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കരയോഗത്തിന് മുന്നിൽ കണ്ട ആ ബാനറിലെ അതേ വാചകങ്ങൾ തന്നെയാണ്. കുടുംബക്കാര്യത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേട്, അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഈ ബാനറിന്റെ തൊട്ടുപുറകിൽ കാണുന്നത് പ്രമാടം പഞ്ചായത്ത് ഓഫീസാണ്. കേവലം മീറ്ററുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും കുറച്ച് ദൂരം മാറിയാണ് 681 നമ്പർ ലാക്കൂർ കരയോഗമുള്ളത്. ഇന്നലെ പത്തനംതിട്ട വെട്ടിപ്പുറത്താണ്, അവിടുത്തെ കരയോഗത്തിന് മുന്നിലാണ് ഇതേ ബാനർ. അതായത് ഈ രണ്ട് ബാനറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരേ വാചകങ്ങൾ, ഒരേ നിറം, ഒരേ സൂചകങ്ങൾ, എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയത് ഒരിടത്ത് തന്നെയാണോ എന്ന ഒരു സംശയം കൂടിയുണ്ട്. ഏതായാലും നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് NSSന്റെ ഒരു നിലപാട് ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ബാനറുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഏതായാലും ഈ NSS കരയോഗം ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ഇന്നലെ നാം അതിന്റെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിരുന്നു. വെട്ടിപ്പുറത്തെ കരയോഗത്തെ പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് അവരുടെ അറിവോട് കൂടിയല്ല ഇന്നലെ വെട്ടിപ്പുറത്ത് ഈ ബാനർ കെട്ടിയത് എന്നുള്ളതാണ്. പക്ഷേ ഈ കരയോഗത്തിന്റെ പ്രസിഡന്റുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല, നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കരയോഗം പ്രസിഡന്റിന്റെ നിലപാടെടുക്കണമെങ്കിൽ ബാനർ ഒട്ടിച്ചിട്ടല്ലോ കരയോഗത്തെ പ്രസിഡന്റ് നിലപാടെടുക്കുക. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും തൽപര കക്ഷികളാകാനാണ് സാധ്യത. പ്രവീൺ പറഞ്ഞതാണ് ഇന്നലത്തെ കൃത്യമായ കാര്യം. വെട്ടിപ്പുറത്തുണ്ടായിരുന്ന ബാനറിലും പ്രമാണത്തുണ്ടായിരുന്ന ബാനറും ഒരേ ഫോണ്ട്, ഒരേ DTP, ഒരേ ഡിസൈൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ഈ ബാനറുകൾ അവിടെ പടച്ചു വിടുന്നത് എന്നുള്ളതാണ്. സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെയാണല്ലോ ഇതൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ബാനറൊക്കെ കിട്ടുന്നത് ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ ചങ്ങാതികളെ? അതും ആരെ പേടിപ്പിക്കാൻ? സുകുമാരൻ നായരെ പേടിപ്പിക്കാനും നടന്നത് തന്നെ. ഇതിനപ്പുറം വന്നിട്ടുള്ള സംഭവം വന്നിട്ട് പോകാത്ത ആളാണ് സുകുമാരൻ നായർ. അതുകൊണ്ട് പേടിപ്പിക്കാനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കരയോഗത്തിന് അങ്ങനെ ഒരു നിലപാടുമില്ല. വെട്ടിപ്പുറത്തെ കരയോഗം ആ നിലപാട് വ്യക്തമാക്കി. പ്രമാണത്തെ കരയോഗത്തിനും അങ്ങനെ ഒരു നിലപാടുണ്ടെന്ന് തോന്നുന്നില്ല. സുകുമാരൻ നായർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ? അതിനെയൊക്കെ ബാനർ എഴുതി കെട്ടി മൂടിക്കെട്ടാമെന്നൊക്കെ കരുതുന്നവരെ കുറിച്ച് എന്ത് പറയാനാണ്? അത് ആലോചിച്ച് നോക്കൂ.